ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവത്തോടുള്ള നമ്മുടെ ബഹുമാനവും സ്നേഹവും ആരാധനയുമൊക്കെ കേവലം വാക്കുകളിലുള്ള പ്രകടനങ്ങൾ മാത്രമായി തീരാറുണ്ട്. ആത്മാർത്ഥതയില്ലാതെ, സത്യസന്ധതയില്ലാതെ, ആത്മീയ തീഷ്ണതയില്ലാതെ, അധരവ്യായാമത്തിലൂടെ ദൈവത്തോടുള്ള സ്നേഹവും ആത്മാർത്ഥതയുമൊക്കെ വെളിപ്പെടുത്തുകയും ചിലപ്പോഴെങ്കിലും അത് അഭിനയമായി മാറുകയും ഗദ്ഗത കണ്ഠരായി ദൈവത്തെ വിളിച്ച് പരസ്യമായി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ആത്മാർത്ഥതയില്ലാത്തതാണെങ്കിൽ ഓർക്കുക, അത് ദൈവം വിലയിരുത്തുന്നുണ്ട്. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-9 തിരുവചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് വായിക്കുന്നത്. ഈ ജനം തങ്ങളുടെ അധരങ്ങൾ കൊണ്ടാണ് എന്നെ ബഹുമാനിക്കുന്നത്, അവരുടെ ഹൃദയമാകട്ടെ എന്നിൽ നിന്നും വളരെ അകന്നിരിക്കുന്നു. അവർ മനുഷ്യരുടെ കൽപ്പനകളായ ഉപദേശങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ സേവിക്കുകയാണ്. ഒരുപക്ഷെ ആനുകാലികമായി വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു വാചകമാണിത്. അധരങ്ങൾ കൊണ്ട് ആണ് ഈ ജനം എന്നെ ബഹുമാനിക്കുന്നത്, അവരുടെ ഹൃദയമാകട്ടെ എന്നിൽ നിന്നും വളരെ അകന്നിരിക്കുന്നു. ഇന്നും കർത്താവ് നമ്മിൽ പലരെക്കുറിച്ചും ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണോ എന്ന് നാം വിലയിരുത്തേണ്ടതും ആണെങ്കിൽ തിരുത്തേണ്ടതുമല്ലേ? കേവലം അധരവ്യായാമത്തിൽ നമ്മുടെ ആത്മീയത അടക്കം ചെയ്യപ്പെട്ടു പോയെങ്കിൽ നാം നമ്മുടെ ഹൃദയത്തിൽ ആരാധിക്കുന്നവരായി മാറണം. ഹൃദയം ദൈവത്തിന് കൊടുക്കാതെ, ഹൃദയത്തിൽ ദൈവത്തിനിടം കൊടുക്കാതെ, ഹൃദയശുദ്ധി കൈവരിക്കാതെ, ഹൃദയം കൊണ്ട് ദൈവത്തോടൊരു ബന്ധം സ്ഥാപിക്കാതെ അധരം കൊണ്ട് സ്ഥാപിക്കുന്ന ബന്ധം ദൈവം അംഗീകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യരുടെ കൽപ്പനകളായ ഉപദേശങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി തന്നെ സേവിക്കുന്ന ജനത്തെക്കുറിച്ചാണ് കർത്താവ് ഇത് പറയുന്നത്. ഇന്ന് പലപ്പോഴും ദൈവകൽപ്പനകളല്ല പഠിപ്പിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും മനുഷ്യൻ്റെ കൽപ്പനകളാണ്. ഇത് പറഞ്ഞതിൻ്റെ സാഹചര്യം, ദൈവം കൊടുത്ത 10 കൽപ്പനകളെ യഹൂദമത നേതാക്കന്മാർ, ശാസ്ത്രിമാർ വ്യാഖ്യാനിച്ച് വലിയ ഒരു നിയമസംഹിതയാക്കി മാറ്റി. 613 അനുവാദക നിഷേധകങ്ങളുള്ള വലിയ ഒരു നിയമസംഹിത. അത് ജനത്തെ പഠിപ്പിച്ച് അവരുടെ മേൽ മുഖം വെച്ച് അവരെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ടാണ് കർത്താവ് പറഞ്ഞത്, അവർ വ്യർത്ഥമായി എന്നെ സേവിക്കുകയാണ്, മാനുഷിക കൽപ്പനകളാണ് അവർ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ദൈവകൽപ്പനയോട് സ്വന്തം ഹിതപ്രകാരം പലതും കൂട്ടിച്ചേർത്തിട്ട് അതെല്ലാം അടിച്ചേൽപ്പിച്ച് ജനത്തെ മുഖം വെച്ച് നടത്തി തൻ്റെ ഇംഗിതം ഈ ആത്മീയതയിലൂടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന പല ആത്മീക നേതാക്കന്മാരും ഈ കാലഘട്ടത്തിലുമുണ്ട്. അവർ ചിന്തിക്കുന്നത് ദൈവഹിതം നടക്കണമെന്നല്ല, സ്വന്തം ഹിതം നടക്കണമെന്നാണ്. അവരാണ് അധരാരാധനയും മറ്റും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നവർ. ഹൃദയമോ ദൈവത്തിൽ നിന്ന് ദൂരെയാണ്. നമ്മുടെ ആത്മീയതയുടെ യഥാർത്ഥ നിലവാരം എന്താണെന്ന് ഒന്ന് വിലയിരുത്താൻ ഈ ചിന്തകൾ ഉപകരിക്കുമോ എന്ന് നമുക്ക് ധ്യാനിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറക്കരയച്ചൻ.